ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു, കെ ജയകുമാർ. അദ്ദേഹം ഇതിനെ വെള്ളപൂശിയാണ് സംസാരിച്ചത്. അവങ്ങനെ ഉള്ള നടന്നിട്ടില്ല, അതൊക്കെ ഈ പറഞ്ഞതിൽ എന്താണ് വെറുതെ ഓരോരുത്തരുടെ സംശയമാണ്, കോടതി വരുന്ന കാര്യങ്ങളൊക്കെ തെളിയും എന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്ത്, എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച ആവത്തുള്ളൂ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം, ഇന്ത്യൻ എക്സ്പ്രസ്സിനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് എങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ, പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കെ ജവാന് നറുക്ക് വീണു എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഈ ദുർനടപടികളെ കെ ജവാനെ പോലുള്ള നല്ല വ്യക്തികളെ കൊണ്ട് മറച്ചു പിടിക്കാൻ സർക്കാരിന് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമുക്ക് കെ ശിവശങ്കറിൻ്റെ കേസ് ഓർമ്മയുണ്ടല്ലോ, മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് എല്ലാ അഴിമതികളും ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുകയും അവസാനം ഒരു മനുഷ്യനെ എന്താണ് ഈ ഇരയാക്കി മാറ്റുകയും ചെയ്തൊരു സംഭവങ്ങൾ കണ്ടതാണ്. ഇന്ന് ശിവശങ്കരൻ അവിടെ ഇല്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥരെ മുൻനിർത്തി തരികിടകൾ നടത്തുക. അപ്പോൾ കുറ്റമല്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ മേലെയാവും. അവരെത്ര സത്യസന്ധരായിരുന്നാലും ശരി, ആർക്കെങ്കിലും വേണ്ടി ഈ പറഞ്ഞ വൃത്തികെട്ട പണി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ചീത്തപ്പേര് ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.